ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവോ 125 BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് നമ്മൾ പോയി എടുത്തു തന്നാൽ, അതായത് താക്കോൽ ഓണാക്കിയിട്ട് ബാറ്ററി ചാർജ് ഫുൾ ഇറങ്ങി പോയിരുന്നു, പിന്നെ സ്റ്റാർട്ട് ആവണ്ടായില്ല. അപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ടുന്ന വണ്ടിയാണ് കേട്ടോ. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ജനറലായിട്ട് സർവീസ്, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാം. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് അയച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം വണ്ടി വന്നപ്പോൾ ഉള്ളതാണ് ബാറ്ററി. ചാർജ് ചെയ്ത് നോക്കാം, കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ക്ലച്ച് സൈഡ്, അതേപോലെ ബ്രേക്കൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമായി കിടക്കുന്നത് അത്യാവശ്യം നല്ല ലൈനറാണ്. വണ്ടി വന്നപ്പോൾ ഉള്ളതാണെങ്കിലും ഉപയോഗം കുറവാണ് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്തു. ഗിയർ ബോക്സിലെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് ടയറൊക്കെ ആയാലും ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ബ്രേക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണുള്ളൂ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ്. വലിയ പൊടി കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. CVT ക്ലച്ച് നമ്മൾ അഴിച്ച് അടയ്ക്കുക, ഗ്രീസിങ് കൊടുക്കണം. അതിപ്പോൾ നമുക്ക് എത്ര ഓട്ടം കുറവാണെങ്കിലും വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 10,000 കൂടുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മൾ ഓരോ സർവീസും തരുമ്പോൾ ഓരോ സർവീസും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചാണ്. നിലവിൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ക്ലച്ച് ഷോക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് തന്നെ, ഓട്ടം കുറവായതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാലാണ്. ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. സാധാരണ രീതിയിൽ ചില കേസിലൊക്കെ ലീക്കേജൊക്കെ വരാറുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു, പ്ലേ ഒക്കെ ഓക്കെയാണ്, വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. ബാറ്ററി നമുക്ക് ഇവിടെ വന്നെ, ഞാൻ അഴിച്ച് ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാറ്ററി കിട്ടുമെന്നുള്ള ഉറപ്പില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി വണ്ടി ഫുൾ ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് കംപ്ലൈൻറ്റ് ആണോ, ഇത് പോയോ, മാറ്റി പുതിയത് വെക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഓൾറെഡി ഞാൻ ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നു. അതിൻ്റെ ബ്രാക്കറ്റ്, കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിരുന്നുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയറാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് ഉള്ളൂ. പിന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ പോയി ഇടും, സ്റ്റാർട്ട് ആവേണ്ട ടൈം നമ്മൾ പോയി എടുത്തുകൊണ്ടെന്നാണ്. പിന്നെ ബാറ്ററി ചാർജ് ചെയ്യണം, ഇത്ര കേസൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ വാഷിംഗ് ഉണ്ട്, വാട്ടർ സർവീസ് കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വൈകിട്ടത്തേക്ക് എടുക്കാം. നമുക്ക് ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.